ആ, അജി ജിത്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിലാണ്. അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം സമയം എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പം ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിയുന്നത്. അല്പം മുമ്പാണ് ഇപ്പോൾ ഇവിടെ PV അൻവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം നടത്തിയത്. ഈ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്ന, അതായത് മനുഷ്യൻ വന്യജീവി സംഘർഷം എന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അതായത് ഇവിടെ ഏകപക്ഷീയമായ ആക്രമണം, അതായത് വന്യജീവികളുടെ ഏകപക്ഷീയമായ ആക്രമണം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ വന്യജീവി ആക്രമണം എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ പാടില്ല. ഈ സർക്കാരിൻ്റെ ഈ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അതായത് ഈ കുട്ടിയുടെ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയാണ്. മന്ത്രിക്കെതിരെ, വനംവകുപ്പ് മന്ത്രിക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചു. ഇത്തരത്തിലുള്ള ഓരോ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ മന്ത്രി പാട്ടുപാടി നടക്കുന്ന ഒരു സാഹചര്യമാണ്. മന്ത്രിക്ക് ഇതിലൊന്നും താല്പര്യമില്ലാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഏകപക്ഷീയമായ ആക്രമണം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന അതിദയനീയമായ കാഴ്ച ഓരോ ദിവസവും ഈ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഇവിടുത്തെ ആളുകൾ ഏറെ ഭയപ്പാടോടെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വൈകുന്നേരമാകുമ്പോഴേക്കും വീട്ടിൽ കയറേണ്ട ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ ഈ നാട്ടിലുള്ളത്. അല്പം മുമ്പ് വരെ മമ്പാട് ഒരു കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായെന്ന കാര്യം കൂടി അൻവർ സൂചിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട വിധത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ PV അൻവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അനന്തുവിൻ്റെ മൃതദേഹ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അജി.